ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ മേഘങ്ങൾക്കും മുകളിലായി ഒരു ലോകമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ അധികം ആരും കടന്നു ചെല്ലാത്ത പാതകളിലൂടെ സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഗോങ്കാർ ല എന്ന മാന്ത്രിക ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ അധികം ഇടം പിടിക്കാത്ത, എന്നാൽ ഒരിക്കൽ കണ്ടാൽ ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിൽക്കുന്ന ഒരു വിസ്മയമാണിത്. തവാങ്ങിലെ തിരക്കുകളിൽ നിന്ന് മാറി ജാങ് എന്ന ചെറുപട്ടണത്തിലൂടെ മാഗോ ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ സാഹസികതയുടെ മണം വായുവിൽ നിറയും. റോഡുകൾ എന്ന് വിളിക്കാൻ പോലും പ്രയാസമുള്ള കല്ലും മണ്ണും നിറഞ്ഞ ഓഫ് റോഡ് പാതകളിലൂടെയുള്ള യാത്ര ഏതൊരു സഞ്ചാരിയുടെയും ചങ്കിടിപ്പ് കൂട്ടും. പൈൻ മരങ്ങൾ നിറഞ്ഞ താഴ്വരകളും താഴെ ഇരമ്പിയൊഴുകുന്ന പുഴകളും പിന്നിട്ട് ഉയരങ്ങളിലേക്ക് കയറുന്തോറും വായുവിന് തണുപ്പ് കൂടിക്കൂടി വരും. ഈ യാത്രയിലെ പ്രധാന ഇടത്താവളമാണ് മാഗോ. പുറത്ത് -डिग्री തണുപ്പുള്ളപ്പോഴും ആവി പറക്കുന്ന ചൂടുനീരുറവകൾ അഥവാ ഹോട്ട് സ്പ്രിങ്സ് ഇവിടെ കാണാം. ഈ വെള്ളത്തിൽ ഒരു മുങ്ങാംകുഴിയിട്ടാൽ ദൂരയാത്രയുടെ സകല ക്ഷീണവും പമ്പകടത്തും. മാഗോയിൽ നിന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ചുനവാലി നമ്മെ സ്വീകരിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ ആകാശത്തെ മുട്ടിനിൽക്കുന്ന ഹിമാലയൻ നിരകളുടെ അതിമനോഹരമായ കാഴ്ച ദർശിക്കാം. ഏതാണ്ട് 10700 അടി ഉയരത്തിലുള്ള ഗോങ്കാർ ലായിലെത്തുമ്പോൾ നമ്മൾ മേഘങ്ങൾക്ക് മുകളിലായിരിക്കും. അവിടുത്തെ പ്രധാന ആകർഷണം നീല വൈഡൂര്യം പോലെ തിളങ്ങുന്ന ഗോങ്കാർ ലാ തടാകമാണ്. ചുറ്റും വെളുത്ത മഞ്ഞുമലകൾ, നടുവിൽ നിശ്ചലമായി കിടക്കുന്ന തെളിനീർ തടാകം. ഇതൊരു സ്വപ്നതുല്യമായ കാഴ്ചയാണ്. തദ്ദേശീയരായ മോൺപ വിഭാഗക്കാർക്ക് ഇതൊരു പുണ്യസ്ഥലം കൂടിയാണ്. അവിടെ കാറ്റിൽ പറക്കുന്ന ബുദ്ധമത പ്രാർത്ഥനാ പതാകകൾ ആ പ്രദേശത്തിന് ഒരു പ്രത്യേക ആത്മീയ പരിവേഷം നൽകുന്നു. മൊബൈൽ റേഞ്ചോ ഇന്റർനെറ്റോ ഇല്ലാത്ത ഈ മലമുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയോട് എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്ന് തിരിച്ചറിയും. ശ്വാസമെടുക്കാൻ അല്പം പ്രയാസം തോന്നുമെങ്കിലും അവിടുത്തെ ശുദ്ധവായുവും ശാന്തതയും നൽകുന്ന അനുഭൂതി വാക്കുകൾക്ക് അപ്പുറമാണ്. വൈകുന്നേരങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ ആ പ്രദേശം മുഴുവൻ ഒരു വെള്ളക്കമ്പടി പുതച്ചതുപോലെയാകും. ഈ യാത്ര വെറുമൊരു വിനോദയാത്രയല്ല, മറിച്ച് പ്രകൃതിയോടുള്ള ഒരു പോരാട്ടം കൂടിയാണ്. കഠിനമായ കാലാവസ്ഥയെ നേരിടാൻ തയ്യാറായി വേണം ഇവിടേക്ക് പോകാൻ. ശരിയായ പെർമിറ്റുകളും കരുത്തുള്ള വാഹനവും അതിലുപരി മലനിരകളോടുള്ള ബഹുമാനവും കൂടിയുണ്ടെങ്കിൽ ഗോങ്കാർ ല നിങ്ങളെ നിരാശപ്പെടുത്തില്ല. തവാങ്ങിലെ തണുത്തുറഞ്ഞ കാറ്റും കഠിനമായ ഓഫ് റോഡ് യാത്രയും കഴിഞ്ഞ് മാഗോ ഗ്രാമത്തിലെത്തുമ്പോൾ ഏതൊരു സഞ്ചാരിയും ആഗ്രഹിക്കുന്നത് അല്പം ചൂടാണ്. അവിടെയാണ് പ്രകൃതി നമുക്കായി ഒരു അത്ഭുതം ഒരുക്കിവെച്ചിരിക്കുന്നത്, മാഗോ ഹോട്ട് സ്പ്രിങ്സ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000-ലധികം അടി ഉയരത്തിൽ ചുറ്റും മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ തിളച്ചുമറിയുന്ന ഈ നീരുറവകൾ ഒരു അത്ഭുതം തന്നെയാണ്. ഭൂമിക്കടിയിലെ ഭൗമതാപം, ജിയോതെർമൽ എനർജി കാരണമാണ് ഈ വെള്ളത്തിന് ചൂട് ലഭിക്കുന്നത്. പ്രകൃതിദത്തമായ ഈ കുളങ്ങളിൽ ഇറങ്ങിയിരിക്കുമ്പോൾ പുറത്തെ -डिग्री തണുപ്പ് നിങ്ങൾ മറന്നുപോകും. ഈ വെള്ളത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന സൾഫർ ചർമ്മരോഗങ്ങൾക്കും സന്ധിവാതത്തിനും മികച്ച മരുന്നാണെന്ന് തദ്ദേശവാസികൾ വിശ്വസിക്കുന്നു. മണിക്കൂറുകളോളം വണ്ടിയിലിരുന്ന് മടുത്ത ശരീരത്തിലെ പേശികൾക്ക് ഈ ചൂടുവെള്ളത്തിലെ കുളി ഉന്മേഷം നൽകുന്നു. ഇത് വെറുമൊരു കുളിയല്ല, ഹിമാലയത്തിന്റെ മടിത്തട്ടിലെ ഒരു നാച്ചുറൽ തെറാപ്പി കൂടിയാണ്. മാഗോയിലെ ഹോംസ്റ്റേകളിൽ താമസിച്ച് രാത്രിയിലെ നിശബ്ദതയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് താഴെ ഈ ചൂടുനീരുറവയ്ക്ക് അരികിലിരിക്കുന്നത് വിവരിക്കാനാവാത്ത ഒരു അനുഭൂതിയാണ്. ഹിമാലയൻ യാത്രകളിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആഡംബരവും ഇതുതന്നെ.